ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഏകദേശം ഇപ്പോൾ സമയം ഒരു 4:30 ആയിട്ടുണ്ട്. അപ്പോൾ സുമേഷേട്ടൻ എന്താ കുളിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഒരു സ്ഥലം വരെ പോവുകയാണ്. എവിടേക്കാന്ന് വെച്ചാൽ ഇന്ന് ഇലക്ഷൻ ദിവസമാണ്. അതുകൊണ്ട് ബൂത്ത് ഏജൻ്റായിട്ട് സുമേഷേട്ടനാണ് ഇരിക്കുന്നത്. സുമേഷേട്ടൻ മാത്രമല്ല, സുമേഷേട്ടൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ട്. അപ്പോൾ അവരാണ് ഇരിക്കുന്നത്. അപ്പോൾ 5 മണിക്ക് നമുക്ക് ബൂത്തിൽ കയറണം. ഇവിടെ ഒരു സിവിൽ സ്റ്റേഷനിലാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും പോവുകയാണ് കേട്ടോ. 5 മണിക്ക് ബൂത്തിൻ്റെ ഉള്ളിൽ കയറണം. അപ്പോൾ അതിനായിട്ട് ഇവർ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവരൊക്കെ പോയ ശേഷം ഞാൻ വീണ്ടും പോയി കിടന്നുറങ്ങി കേട്ടോ. എന്തായാലും 5 മണിയല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും പോയിട്ട് കിടന്നുറങ്ങി. അതിനുശേഷം ഒരു 7 മണിക്ക് ഞാൻ ഉറങ്ങി എണീറ്റ് വന്നു. അതിന് ശേഷം ഒരു കപ്പ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ചായ കുടിക്കാറില്ല, എപ്പോഴെങ്കിലാണ് ചായ കുടിക്കാറുള്ളത്. ഇനി ഞാൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പുറത്ത് നല്ല മഞ്ഞാണ് കേട്ടോ, നല്ല തണുപ്പുണ്ടായിരുന്നു. വേദൂട്ടിയും പ്രതിമോളൊന്നും ഉറങ്ങി എണീറ്റിട്ടില്ല. അപ്പോൾ ഞാൻ പുറത്തോട്ട് നോക്കിയിട്ട് ചായ കുടിക്കുകയാണ്. സാധാരണ റോഡിൽ കൂടെ ബസ്സും എല്ലാ വാഹനങ്ങളും നല്ല തിരക്കുണ്ടാവും. പക്ഷേ ഇന്ന് കൂടുതൽ ബൈക്കുകൾ അങ്ങനെയുള്ള വണ്ടികളൊക്കെ പോകുന്നു. കാരണം എന്താ പറയുക, ഇലക്ഷൻ ആയതുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യാൻ രാവിലെ തന്നെ പോയിട്ട് വരികയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേനും എന്താ ഒരു വലിയൊരു ലോറി വന്നിട്ട് നമ്മുടെ സർവീസ് വയർ പൊട്ടിപ്പോയി. വണ്ടി വന്നിട്ട് അതിന് പൊട്ടിച്ചിട്ടിട്ട് പോയി. അങ്ങനെ KCB ആളൊക്കെ വന്ന് അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി തന്നു കേട്ടോ. അതിനുശേഷം ഞാൻ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ ശേഷം വേഗം പോയി കുളി കഴിഞ്ഞു. കുട്ടികൾക്ക് ഫുഡ് കൊടുത്തു. വേദൂട്ടിയും പ്രതിക്കുട്ടിയൊക്കെ റെഡിയാക്കി നിർത്തി കേട്ടോ. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആവുകയാണ്. ഒരു ക്രീമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സിമ്പിളായിട്ടൊരു മേക്കപ്പ് വോട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ വൃദ്ധിമുകളിൽ മാത്രം കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. വേദൂട്ടി ഇവിടെ കളിക്കും. അപ്പോൾ ഞാനങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചക്കലത്തെ ഫുഡ് പിന്നെ നമുക്ക് അവിടുന്ന് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാർട്ടിക്കാരന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉച്ചക്കലേക്കുള്ള ഫുഡ് നമുക്ക് ഇവിടെ കൊണ്ടുവന്നേരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉച്ചക്കലത്തെ ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. രാവിലത്തെ ഫുഡ് മാത്രം ഞങ്ങൾ കഴിച്ചിട്ട് സമയം 12 മണി ആയിട്ടുണ്ട്. ഞാൻ റെഡി ആയിട്ട് ഞാൻ നേരെ പോയത് വലിയമ്മൻ്റെ അവിടേക്കാണ് കേട്ടോ. ഞാനും അമ്മയും വലിയമ്മയും കൊടുത്താണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. അവരൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. പ്രതിക്കുട്ടിയാണെങ്കിൽ ചിന്നമോളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ അച്ഛൻ വോട്ട് ചെയ്തിട്ട് വന്നു. അച്ഛൻ നേരത്തെ പോയി ചെയ്തിട്ട് വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഏട്ടൻ വിളിക്കാൻ വന്നു ഞങ്ങളങ്ങനെ 3 പേരും കൂടെ പോയി. കാരണം എനിക്ക് മാത്രമാണ് സിവിൽ സ്റ്റേഷനിൽ വോട്ടുള്ളത്. വലിയമ്മയ്ക്കും അമ്മയ്ക്കും അതുപോലെ ഏട്ടനൊക്കെ അവിടെ ഒരു സ്കൂളിലാണ് കേട്ടോ വോട്ട്. അപ്പോൾ ഇതാണ് ഞാൻ സിവിൽ സ്റ്റേഷൻ്റെ ഒരു സൈഡ് ഒരു ഓഫീസിൻ്റെ അവിടെ വെച്ചിട്ടാണ് വോട്ട് ചെയ്തത്. അങ്ങനെ വോട്ട് ചെയ്തിട്ട് ഞാൻ ഇറങ്ങി. ഫ്രീമോളുടെ കയ്യിലും വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഷി അടയാളപ്പെടുത്തുമല്ലോ, അതൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ സുമേഷേട്ടൻ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സ്കൂളിൽ പോവുകയാണ്. അപ്പോൾ ഞാനും കൂടെ പോയി. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഒരു സ്കൂളിൽ പോകണം വോട്ട് ചെയ്യാനായിട്ട്. വോട്ട് ചെയ്യാൻ പോണതിൻ്റെ സിമ്പിളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ DYFൻ്റെ ജില്ലാ പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഒരു സെൽഫിയും വീഡിയോ ഒക്കെ എടുത്തു സുമേഷേട്ടൻ. അങ്ങനെ തായി സ്കൂളെത്തിയിരിക്കുകയാണ് കേട്ടോ. വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഞാൻ വോട്ട് ചെയ്യാൻ പോയ സ്ഥലത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ സുമേഷേട്ടൻ ചെയ്യാൻ വന്ന സ്ഥലത്ത് ഒരു 5-6 പേരൊക്കെ ഉണ്ടായിരുന്നു വോട്ട് ചെയ്യാനായിട്ട്. ഞാൻ സാധാരണ വോട്ട് ചെയ്യാൻ പോണ സമയത്ത് ഒരുപാട് ക്യൂ നിൽക്കുകയൊക്കെ ചെയ്യണം. അത് പിന്നെ ക്യൂ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. വേഗം പോയിട്ട് ഡയറക്റ്റായി പോയി വേഗം ചെയ്തിട്ട് വന്നു. സുമേഷേട്ടന് കുറച്ച് തിരക്ക്, ഒരു 4-5 പേരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സുമേഷേട്ടൻ വോട്ട് ചെയ്യാൻ കയറുകയാണ് കേട്ടോ. അങ്ങനെ സുമേഷേട്ടൻ വോട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.